ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. രാവിലെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് സെറ്റായാൽ പിന്നെ ഒട്ടുമിക്ക അമ്മമാരുടെയും ചിന്ത പോകുന്നത് വൈകിട്ട് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്ത് സ്നാക്സ് കൊടുക്കാമെന്നുള്ളതാണ്. സ്കൂൾ വിട്ടു വരുന്ന മക്കൾക്ക് വേണ്ടി അമ്മമാർക്ക് ഈസിയായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്കായ പനീർ സ്വീറ്റ് കോൺ ചീസ് ബോൾസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് നോക്കാം. ഇതിനു വേണ്ടി 200 ഗ്രാം പനീറാണ് വേണ്ടത്. പനീർ ഇതുപോലെ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് നോക്കാം. ബീൻസ് ചോപ്പ് ചെയ്തത് 3 ടേബിൾ സ്പൂൺ, ചെറുതായി നുറുക്കിയ ക്യാരറ്റ് 3 ടേബിൾ സ്പൂൺ, ചോപ്പ് ചെയ്തെടുത്ത ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ, ചെറുതായി അരിഞ്ഞ സവാള 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ബട്ടറാണ്, അതും 2 ടേബിൾ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് സ്വീറ്റ് കോൺ ആണ്. ഫ്രഷോ ഫ്രോസണോ ആയിട്ടുള്ള സ്വീറ്റ് കോൺ ഇതിനായി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ്. ഇത് ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് 2 പൾസ് മാത്രം കൊടുത്ത് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുക. അത് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യുക. സവാള സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസും ഇട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സ്വീറ്റ് കോണും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറും വരെ നന്നായി സോട്ട് ചെയ്യുക. ഇത് സോട്ടായി വരുമ്പോൾ ബാക്കിയുള്ള ക്യാപ്സിക്കവും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അടുത്തതായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞതും ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പനീർ നന്നായി യോജിച്ചു വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായി വഴറ്റിയെടുക്കുക. ഫ്ലെയിം അതിനുശേഷം ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് ചെറു ചൂടാകും വരെ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കുക. ഉരുട്ടിയെടുക്കാനായി പറ്റുന്ന ചൂടിലേക്ക് ഇതെത്തുമ്പോൾ ഈ മിക്സിലേക്ക് 3 ടേബിൾ സ്പൂൺ ചീസ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. ചീസ് കൂടുതൽ വേണ്ടവർക്ക് ഈ സമയം അതുപോലെ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായി യോജിച്ചു വരുമ്പോൾ കുറേശ്ശെ എടുത്ത് ഉരുട്ടി ബോൾസാക്കി മാറ്റി വയ്ക്കുക. ഈ ഒരു മെഷർമെൻറ്റിൽ നിന്നും ഇടത്തരം വലിപ്പത്തിലുള്ള 13 ബോൾസ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായി ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് കട്ടയില്ലാതെ ഒരു ബാറ്റർ കലക്കി എടുക്കുക. ഇതിലേക്ക് 1/8 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഡിപ്പിംഗ് ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഡിപ്പിംഗ് ബാറ്ററിന് പകരം ഒരു കോഴിമുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് എല്ലാം ഡസ്റ്റ് ചെയ്യുന്നതിനായി കുറച്ച് റസ്ക് പൊടിയോ ബ്രെഡ് ക്രംസോ കൂടെ കരുതി വയ്ക്കുക. ഓരോ ബോൾസും ബാറ്ററിൽ നന്നായി മുക്കിയ ശേഷം റസ്ക് പൊടിയിൽ നന്നായി കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാനായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അടികട്ടിയുള്ളൊരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബോൾസ് ഓരോന്നായി ഇട്ട് 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആകുമ്പോൾ കോരി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പനീർ സ്വീറ്റ് കോൺ ചീസ് ബോൾസ് ഇവിടെ റെഡിയാണ്. പുറമെ സൂപ്പർ ക്രിസ്പിയും അകത്ത് ചീസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു സ്നാക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.